മദ്രസിലെ റേഞ്ച് കൊണ്ട് ഒറ്റ ദിവസത്തിന് മദ്രസ പൂട്ടിട്ടാ. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസത്തിനൊന്നും ഞാൻ പോരലില്ല. ഇതിപ്പോൾ എനിക്കൊരു 1, 2, 3 കാരണങ്ങളൊക്കെ ഉണ്ട് പോരാൻ. അപ്പം അതുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഒരു ദിവസത്തിന് പോകാനൊന്നും നടക്കൂല. പോയി വരിക അതൊരു സുഖമില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഞാൻ ആദ്യം പോയത് റംബൂട്ടാൻ കാണാനാണ്. ഞങ്ങളോട് പ്രാവശ്യം കുറേ റംബൂട്ടാൻ കഴിച്ചിന്. നമ്മളെ പെരയിൽ കഴിച്ചുമ്പോൾ നമുക്ക് വലിയ സന്തോഷമില്ല. അങ്ങനെ അത് കാണാനാണ് ഞാൻ വേഗം കയറിപ്പോയേട്ടാ. അതാണ് ഒരു കാര്യം. 1, 2 കാരണങ്ങളിൽ ഒരു കാരണത്താണ് കേട്ടോ റംബൂട്ടാൻ കാണാൻ. റംബൂട്ടാൻ ഒരു മരമൊന്നുമില്ല കേട്ടോ, 2, 3, 4 മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുരു കുഴിച്ചിട്ട് തൈ ഉണ്ടാക്കിയാണ്. അപ്പം ഇതിന്മേൽ എങ്ങനെയാണ് ഇത്ര കായ്ച്ചതെന്ന് കാണിച്ചു തരാം. എന്ത് ചെയ്തിട്ടാണ് കായ്ച്ചതെന്ന്. കഴിഞ്ഞ വർഷം ആകെ ഒരു 8-10 കായൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഈ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു മെത്തമൽ. അപ്പം കായ ഉണ്ടാവാൻ കാരണം ഇതങ്ങനെയാണ്. മരത്തിൻ്റെ തൊലിയില്ലേ, വട്ടത്തിൽ നമ്മളിങ്ങനെ ചെത്തി കൊടുക്കുക. ആ മരത്തുമ്മക്ക് തട്ടരുത് കേട്ടോ, ഉള്ളിൽ തട്ടാതെ ആ തൊലി ഇങ്ങനെ വട്ടത്തിൽ വളമൊക്കെ പോലെ ഇട്ട് കൊടുക്കുക. അപ്പം കായ്ച്ചോളും. അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങളതും ഇങ്ങനെ കായ്ച്ചാതൊക്കെ നിൽക്കിയേന്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു, ആരോ പറഞ്ഞു തന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇതിൽ കായ വെച്ച്. പിന്നെ ഇതാ പൂവ്, ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിലൊരു കഥ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ടിന് അത് കാണുന്നു. ഇത് കാണാൻ എനിക്ക് ഇത്ര ആഗ്രഹം എന്താ വെച്ചാൽ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 3-4 കൊല്ലം മുന്നേ ഞങ്ങൾ മീഷോന്ന് ഇതിൻ്റെ കഷ്ണം വാങ്ങി. അങ്ങനെ കുഴിച്ചിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങളിവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. അങ്ങനെ സാധനം വന്ന് കുഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മുളച്ച് വന്ന് എന്തൊക്കെ ഒരു മാതിരി ഇട്ടോ ഇതിങ്ങനെ ഉണ്ടായിട്ട്. അങ്ങനെ നമ്മൾ ഗൂഗിളിലൊന്നും ഇത് സ്കാൻ ചെയ്ത് നോക്കിയപ്പം കള്ളിമുൾച്ചെടിയാണ് എന്ന് പറഞ്ഞു. അത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല മീഷോന്ന് കിട്ടിയത്, കള്ളിമുള്ളാണ് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഒഴിവാക്കി നമ്മൾ വേറെ കൊമ്പുണ്ടെന്ന് കുഴിച്ചിട്ട് അതാണ് ആ പൂവിട്ടത്. ഇത് ഉമ്മാൻ്റെ ലോകമാണ് കേട്ടോ. ഇത് ഞങ്ങളെ തൊടി. ഉമ്മ എല്ലാ സംഭവവും ഇവിടെ കുഴിച്ചിട്ടിന്. അപ്പം ഞാൻ വന്നാൽ എനിക്ക് ഈ തൊടു ആകെ ഒന്ന് നടക്കണം, എന്തൊക്കെ ഉണ്ടായി കായ്ച്ചെന്നൊക്കെ നോക്കാൻ. ചക്കൊക്കെ ഫസ്റ്റായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഒക്കെ കുരു കുഴിച്ചിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ, മരമാക്കിയാണ്ട് കായ്ച്ചതാണ്. ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ള കരിയപ്പൊക്കെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം വന്നാൽ. പിന്നെ എൻ്റെ മുള്ളൻ ചക്കൊക്കെ മൂത്ത് പൗത്ത് നിൽക്കുകയാണ്. ഇവിടെ അതാർക്കും ഇഷ്ടമില്ല. ഞാൻ ഇല്ലെങ്കിൽ ഒക്കെ കൊത്തി പോവാണ്. അപ്പം ഏതായാലും ഞാൻ പോവുമല്ലോ, അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറിച്ചാണ് കേട്ടോ. ഉപ്പേരിയും കറിയും വെക്കാനും പോപ്പിക്കാനും ഒക്കെ പറിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സാധനം കുറേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആർക്കും ഇഷ്ടമില്ലാത്ത. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഈ മരമുണ്ട്. പിന്നെ വായ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ തെയ്യായി നിൽക്കുകയാണ്. ഈ റംബൂട്ടാൻ ഫസ്റ്റായിട്ടാണ്. മഴ വന്ന് അത് കാരണം ഒക്കെ കൊഴിഞ്ഞു പോരുകയാണ് കേട്ടോ. ആ വെയിലറച്ചിനിടയിൽ കൂടെ ഒരു മഴ വന്നല്ലോ, ആ മഴയിലൊക്കെ കൊഴിഞ്ഞു പോവുക. പിന്നെ ആ കുറേ കായ്ച്ചിരിക്കുന്ന റംബൂട്ടാന് അണ്ണാനിങ്ങനെ തിന്നാൻ കേട്ടോ. അണ്ണാൻ്റെ കൂട്ടത്തിലൊരു വലിയണ്ണാനും ഉണ്ട്. വലിയണ്ണാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങളെ ആങ്ങള. ഓൻ അയിമേൽ പൊത്ത് നിൽക്കുന്നത് കണ്ടാൽ പിന്നെ ഓൻ്റെ കടത്തൊക്കെ മേലേക്കാരം, അത് തീരുവോളം. അങ്ങനെ എന്താ പറയുക, ഇത് കൊക്കോമരാണ്. അങ്ങനെ എനിക്ക് ഏതാണ്ട് പോവാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം തിരിച്ച് പോകണം. അപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള കറിവേപ്പും മുള്ളൻ ചക്കയും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. രാത്രിയാണ് ഞാൻ പോണത്.
ഈ മാങ്ങ ഞാൻ മാങ്ങ കുട്ടിയാവണ കണ്ണിമാങ്ങ ആവണ ആ ഒരു സമയത്ത് അങ്ങനെ ആക്കി വെച്ചേന്. ചിങ്ങ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പം ഞാനിപ്പോൾ ഏതായാലും പോവല്ലേ, അങ്ങനെ എടുത്ത് വണ്ടി വെച്ച് ഞങ്ങൾ രാത്രി പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഇടണേ.